5 കോടി തരാമെന്ന് പറഞ്ഞു, ഇത്രത്തോളം മെലിയാൻ പറ്റുമോ? എൻ്റെ അമ്മ ഒരിക്കലും പറ്റില്ല. വൈഫ് തന്നെ എന്നിട്ട് ചോദിക്കണ്ട ഇത് റിയൽ ആണോ എന്ന്. അവാർഡ് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ. ഒരു ഓസ്കാർ വരെ നമുക്കൊരു പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു ബ്ലെസ്സിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ഒപ്പം ആ എനിക്ക് പറയാൻ എന്താ ഇഷ്ടപ്പെട്ട സിനിമയ്ക്കകത്ത്? സിനിമ പ്രവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. അറിയാം ഈ കഥ നേരത്തെ ഇല്ല വായിച്ചില്ല. ഇല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിറങ്ങിയപ്പോൾ എന്തു പറയാ, റിയൽ സ്റ്റോറിയും കൂടെ ആണല്ലോ. റിയൽ. ഇപ്പം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഒരു എന്താ പറയുക, എങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെ എല്ലാവരും എന്താ പറയുക, അങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ എടുത്ത് പറയാൻ അറിയത്തില്ല. എന്നാലും പിന്നെ കിടിലായിരുന്നു. അതൊരിക്കലും പറ്റില്ല ഒരാളെ കൊണ്ട്, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പൊളിയായിരുന്നു എന്തായാലും. സിനിമ നല്ല ഇതുണ്ട്. പൃഥ്വിരാജ് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നാടകമല്ല, പക്ഷേ ഇതിൽ നമുക്ക് ശരിക്കും അങ്ങനെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും. ഈ ഒരു സിനിമയെ സംബന്ധിച്ചുള്ള അങ്ങനെ അഭിനയിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഈ 4-5 വർഷത്തെ കഷ്ടപ്പാട് നമുക്ക് ആ സിനിമയിൽ തന്നെ കാണുന്നുണ്ട്. അത് സിനിമയിൽ തന്നെ കാണുന്നുണ്ട്. നമുക്ക് ഒരിക്കലും അത് ഈ ഒരു നാടകീയത എന്ന് പറയാനായിട്ട് നമുക്ക് പക്ഷേ കുറച്ചൊന്ന് ലാഗിങ് ഒരു ചെറിയൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആ സിനിമയ്ക്ക് അത് വേണ്ടി വരും. അത് വേണ്ടി വരും. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നത്. ഒരു 3 മണിക്കൂർ എന്ന് പറയുന്നത് അത് ആ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അല്ലാതെ ഈ സിനിമ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പൃഥ്വിരാജ് അഭിനയിച്ച് തകർത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അടിപൊളി നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിയലൈസ് ചെയ്യപ്പെടുമെന്ന് കരുതിയില്ല. പക്ഷേ അതുപോലെ സിനിമയായിട്ട് വന്നപ്പോൾ ഒരു കുറവ് അതിനകത്ത് വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച ആ സ്ഥലത്ത് അതുപോലെ പ്രത്യേകിച്ച് ആ ലൊക്കേഷനാണ് വലിയ സംഭവമായിരിക്കുന്നത്. അത് തന്നെ മരുഭൂമിയിലെ. അപ്പോൾ നമ്മൾ പിന്നെ നോവൽ വായിക്കുമ്പോൾ കുറച്ച് അതിഭാവുകത്വം ഒക്കെ തോന്നുമായിരുന്നു. പക്ഷേ അത് റിയലൈസ് ചെയ്തെന്നുണ്ട്. നല്ല വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ. അതും വളരെ നന്നായിട്ടുണ്ട്. പറയാനില്ല. പൃഥ്വിരാജ് ഒന്നും ഒരു ഇന്ത്യൻ സിനിമയ്ക്കൊക്കെ അപ്പുറത്ത് പോയി. അതെ അയ്യോ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. എൻ്റെ അത്രത്തോളം എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? അതെ, മെലിയാനും പിന്നെ എന്താ വാക്കുകളില്ല. അത്ര നല്ല സിനിമ. ഇത് ഒരു ഇന്ത്യക്ക് അപ്പുറത്തേക്ക് പോകേണ്ട സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. പലർക്കും ചിലപ്പോൾ തോന്നും ഇപ്പം കാര്യം കമ്പ്യൂട്ടർ ഗ്രാഫിക്സും VFX ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താണോ? പക്ഷെ യഥാർത്ഥ പുള്ളി ഇതിനു വേണ്ടി തന്നെ യഥാർത്ഥം പോലെ തോന്നും. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല വർക്ക് ചെയ്തിരിക്കുന്നു. നല്ല സിനിമ കണ്ടപ്പോൾ എന്താണ് വിഷമമാണോ തോന്നി? ആ ഒരു ക്യാരക്ടറായിട്ട് വിഷമം തോന്നി. സൗദി അറേബ്യയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. സൗദി അറേബ്യയിൽ 20 വർഷം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇതുപോലത്തെ ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്ര അങ്ങ് ഇതായിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇതുപോലത്തെ അനുഭവങ്ങളുള്ള ആളുകളെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇതുപോലെ പോയി പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊരാളുടെ കഥയല്ല, ഒരുപാട് പേരുടെ കഥയാണ്. ഒരുപാട് പേരുടെ കഥയാണ്. ഒരു ബെന്യാമിനും 16 വർഷമാണ് ഈ ഒരു സിനിമയ്ക്ക്. അതെ